ിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എക്സാമ്പിൾ 5 എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 5 പറയുന്നത് ഷോ ദാറ്റ് ദ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ഫോം എ റെക്റ്റാങ്കിൾ. ഒരു പാരലോഗ്രാം ABCD ഉണ്ട്, അതിന്റെ ബൈസെക്ടേഴ്സ്, അതായത് ആംഗിൾ എന്റെ ബൈസെക്ടർ, അതുപോലെ ആംഗിൾ ഡിയുടെ ബൈസെക്ടർ, ആംഗിൾ സി, ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് ഒരു PQRS എന്നുള്ള ഒരു കോർഡിനേറ്റർ കിട്ടി. ആ കോർഡിനേറ്റർ റെക്റ്റാങ്കിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് PQRS ഒരു റെക്റ്റാങ്കിളിന് പ്രൂവ് ചെയ്യണം. PQRS ഒരു റെക്റ്റാങ്കിളിന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള എല്ലാ ആംഗിൾസും നമ്മൾ 90 ഡിഗ്രിന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ PQRS ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഗിവൺ എന്താണ്, ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഈസ് എ പാരലോഗ്രാം തന്നിട്ടുണ്ട്. ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? PQRS ഈസ് എ റെക്റ്റാങ്കിൾ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫിൽ, ഇവിടെ പ്രൂഫിൽ നമുക്ക് ABCD ഒരു പാരലോഗ്രാം ആണെങ്കിൽ AB പാരലൽ ടു CD ആണ്. അതുപോലെ ഇവിടെ AD ട്രാൻസ്വേഴ്സൽ ആയിട്ടും എടുക്കാം. അങ്ങനെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ അറിയാം, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് AB പാരലൽ ടു CD ആണ്, AD ട്രാൻസ്വേഴ്സലും ആണ്. AB പാരലൽ ടു CD ആൻഡ് AD ഈസ് ട്രാൻസ്വേഴ്സൽ. AD ട്രാൻസ്വേഴ്സലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് സപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രാൻസ്വേഴ്സിൽ ഈ ആംഗിളും ഈ ആംഗിളും ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാം, ആംഗിൾ DAB പ്ലസ് ആംഗിൾ ADC ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എഴുതുക, ഇന്റീരിയർ ആംഗിൾസ് on the same side of the transversal is supplementary. അപ്പോൾ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആണ്. അപ്പോൾ DAB പ്ലസ് ആംഗിൾ ADC, ഈ രണ്ട് ആംഗിളിന്റെ കാര്യം പറയുന്നത് കൊണ്ട് നമ്മൾ അതിന് മിഡിലാക്കി പറഞ്ഞോട്ടേ ഉള്ളൂ. ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഹാഫ്, നമുക്ക് ബൈസെക്ടേഴ്സ് വരുന്നതിലെല്ലാം നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ DAB പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ADC ഈക്വൽ ടു 180/2. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക് സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് സപ്ലിമെന്ററി. എന്നിട്ട് നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ DAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ DABന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാർട്ടിൽ വരും. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഉള്ളിപ്പാട്ട് എടുക്കുക, DAS ആംഗിൾ DAS പ്ലസ് ആംഗിൾ SDA ഈക്വൽ ടു 180/2 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ DSAയിൽ 3 ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ DAS പ്ലസ് ആംഗിൾ SDA പ്ലസ് ആംഗിൾ DSA ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്താൽ 90 ആവുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ആംഗിൾ DSA ഈക്വൽ ടു നമുക്ക് 90 എന്ന് കിട്ടും ഫ്രം ഇക്വേഷൻ 1. അതായത് ഈ 1 ഈ ഇത്രയും ഭാഗം നമ്മൾ 90 എന്ന് കൊടുത്തു. അപ്പോൾ DSA എന്ന് പറയുന്നത് 180 മൈനസ് 90 എന്ന് കിട്ടി, നമുക്ക് 90 എന്ന് കിട്ടി. ആംഗിൾ DSA അതായത് ഈ സൈഡിലുള്ള ആംഗിളാണ്, ഈ ആംഗിൾ നമുക്ക് 90 എന്ന് കിട്ടി. ആ ആംഗിൾ 90 ആണെങ്കിൽ നമുക്ക് ഈ ഭാഗമാണ് 90 കിട്ടേണ്ടത്. അപ്പോൾ എന്ത് പറയാ, DSA 90 ആണെങ്കിൽ ആംഗിൾ DSA ഈക്വൽ ടു ആംഗിൾ PSR ആണ്. അത് 90 ഡിഗ്രിയാണ്, കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, എന്തായാലും ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോർഡിനേറ്ററിൽ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി, 90 ഡിഗ്രിന്ന് കിട്ടി. സിമിലർലി നമ്മൾ എന്ത് പറയുക, ഈ ഇതിലും അതേപോലെ തന്നെ BC ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ 90 കിട്ടും. അപ്പോൾ ഉള്ളിലുള്ള ആംഗിളും നമുക്ക് 90 ഡിഗ്രിന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. സിമിലർലി angle
PQR ആംഗിൾ PQR ഈക്വൽ ടു 90 ഡിഗ്രി. അതുപോലെ പിന്നെ ഏത് ആംഗിളാണ് പറയേണ്ടത്? ആംഗിൾ SPQ. ആംഗിൾ SPQ ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ SRQ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ട് therefore PQRS is a rectangle. PQRS is a rectangle എന്ന് പറയാം. ഇതിൽ അത്രയേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് ഓർമ്മിക്കേണ്ടത് നമ്മൾ ട്രാൻസ്വേഴ്സൽ AB പാരലൽ ടു CD ആണ്. AD ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് ആംഗിളും ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് സപ്ലിമെന്ററി ആവും. അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്യുക. ഇനി ഇതിൽ ചെയ്യുമ്പോഴും അതേപോലെ നമ്മുടെ AB ട്രാൻസ്വേഴ്സൽ ആയിരിക്കും, ADയും BCയും ആയിരിക്കും പാരലൽ ലൈൻ. പാരലോഗ്രാം ആണല്ലോ. അതുപോലെ ഈ സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ADയും BCയും പാരലൽ ലൈൻസും DC ട്രാൻസ്വേഴ്സലാണ്. അങ്ങനെയാണ് നമുക്ക് എല്ലാ ആംഗിളും 90 ഡിഗ്രിന്ന് കിട്ടുന്നത്. അപ്പോൾ 90 ഡിഗ്രിന്ന് കിട്ടിക്കഴിഞ്ഞാൽ PQRS ഈസ് എ റെക്റ്റാങ്കിൾ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ABCD ഈസ് എ പാരലോഗ്രാം ഇൻ വിച്ച് P and Q ആർ മിഡ് പോയിന്റ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് AB and CD. ABCDയുടെ മിഡ് പോയിന്റ് ആണ് P യും Q എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഈ AQ ഇന്റർസെക്ട് DP at S. അതുപോലെ പിന്നെ BQ ഇന്റർസെക്ട് CP at R. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഷോ ദാറ്റ് APCQ ഈസ് എ പാരലോഗ്രാം. APCQ ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് ഗിവൺ ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഈസ് എ പാരലോഗ്രാം തന്നിട്ടുണ്ട്. ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? APQC ഈസ് എ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി പ്രൂഫിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ABCD ഒരു പാരലോഗ്രാം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AB പാരലൽ ടു CD ആയിരിക്കും. AB പാരലൽ ടു CD ആണ്. ABCD ഒരു പാരലോഗ്രാം ആണെന്ന് തന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയും? AB പാരലൽ ടു CD ആണ്. അതുപോലെ AB ഈക്വൽ ടു CD ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റീസൺ ABCD ഈസ് എ പാരലോഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ ABCDക്ക് ഈക്വൽ ആണ്. ഇനി എന്ത് ചെയ്യുക? ഹാഫ് ഓഫ് AB, രണ്ട് സൈഡിൽ നമ്മൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹാഫ് ഓഫ് AB ഈക്വൽ ടു ഹാഫ് ഓഫ് CD. അപ്പോൾ ഇവിടെ ഹാഫ് ഓഫ് AB എന്ന് പറയുന്നത് ഇവിടെ P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് DC ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിവണിൽ എഴുതാം. അപ്പോൾ P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? AP ഈക്വൽ ടു PB ആണ്. രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഹാഫ് ഓഫ് AB നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് APQC എന്നുള്ളത് ഒരു പാരലോഗ്രാം ആണ്. അപ്പോൾ ഹാഫ് ഓഫ് AB എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തായിട്ട് എടുക്കാം? AP എന്ന് എടുക്കാം. അതുപോലെ ഹാഫ് ഓഫ് CD എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ CQ ആയിട്ട് എടുക്കാം. അതിന് റീസൺ നിങ്ങൾ P ഈസ് ദ മിഡ് പോയിന്റ്, P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB ആണ്. അതുപോലെ Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് CD ആവുമ്പോൾ അതിന്റെ രണ്ട് ഹാഫ് ഈക്വൽ ആവും. അപ്പോൾ അതാണ് നമ്മുടെ ഹാഫ് ഓഫ് AB എന്ന് പറയുന്നത് AP ആയിട്ട് എടുക്കുന്നത്, CD ഹാഫ് ഓഫ് CD എന്ന് പറയുന്നത് CQ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമുക്ക് AB പാരലൽ ടു CD ആണെങ്കിൽ നമുക്ക് എന്ത് പറയും? AP പാരലൽ ടു അതിന്റെ ഒരു പാർട്ടാണ് AP എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. AP പാരലൽ ടു CQ ആണ്. അപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററിൽ AP ഈക്വൽ ടു CQ ഒരു സൈഡ് പാരലും ഈക്വലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ക്വാഡ്രിലേറ്ററിൽ ഒരു പാരലോഗ്രാം ആണെന്ന് പറയാം. അപ്പോൾ AP പാരലൽ ടു CQ ആണ്. AP ഈക്വൽ ടു CQ കിട്ടിയത് കൊണ്ട് നമുക്ക് therefore APCQ ഈസ് എ പാരലോഗ്രാം. നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. APCQ ഈസ് എ പാരലോഗ്രാം, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് DPBQ ഈസ് എ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ പ്രൂഫ് ഇവിടെ നമുക്ക് ABCD പാരലോഗ്രാം ആയതുകൊണ്ട് AB പാരലൽ ടു CD ആണ്. അതുപോലെ AB ഈക്വൽ ടു CD ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ഓഫ് AB ഈക്വൽ ടു ഹാഫ് ഓഫ് CD ആണ്. ഹാഫ് ഓഫ് AB ഹാഫ് ഓഫ് CDക്ക് ഈക്വൽ. ഇവിടെ DPBQ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് പാർട്ട് എടുക്കുക. അതായത് നമ്മൾ പറഞ്ഞു P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP ഈക്വൽ ടു PB ആണ്. അതുപോലെ DQ ഈക്വൽ ടു QC ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫ് ഓഫ് AB നമുക്ക് ഈ ഒരു പാരലോഗ്രാം ഇത് BP DQ ആണ് ഒരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പാർട്ട് നമുക്ക് ഈക്വൽ എന്ന് പറയാം. BP ഈക്വൽ ടു എന്ത് പറയാം? DQ എന്ന് പറയാം.
അതുപോലെ എ ബി പാരലൽ ടു സി ഡി ആണെങ്കിൽ ബി പി പാരലൽ ടു ഡി ക്യു ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് പാരലും ഈക്വലും ആയതുകൊണ്ട് ഡി പി ബി ക്യു ഈസ് എ പാരലോഗ്രാം. അപ്പോൾ സെക്കൻഡ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് പാർട്ട് പി എസ് ക്യു ആർ ഈസ് എ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. പി എസ് ക്യു ആർ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ട്, അതായത് പി എസ് ക്യു ആർ, ഈ മിഡിലുള്ള ഇതാണ് നമുക്ക് പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡി പി പാരലൽ ടു ബി ക്യു ആണ്. ഡി പി പാരലൽ ടു, ഇത് നമുക്ക് പി എസ് ക്യു ആർ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഡി പി പാരലൽ ടു ക്യു ബി, ഡി പി പാരലൽ ടു ക്യു ബി എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? കാരണം ഡി പി ബി ക്യു ഈസ് എ പാരലോഗ്രാം. റീസൺ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. പാരലോഗ്രാം ആയതുകൊണ്ട് ആ രണ്ട് ലൈനും പാരലായി. അപ്പോൾ ആ രണ്ട് ലൈനും പാരലാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാണ് എസ് പി. എസ് പി പാരലൽ ടു, ദെയർഫോർ എസ് പി പാരലൽ ടു എന്ത് കിട്ടി? ക്യു ആർ എന്ന് കിട്ടി. പിന്നെ ഇനി നമ്മൾ ഈ ഒരു പാരലോഗ്രാം എ പി ക്യു സിയിൽ എ ക്യു പാരലൽ ടു പി സി ആണ്. എ ക്യു പാരലൽ ടു പി സി. അതിന് റീസൺ എഴുതുക. ഏതാണ്? എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ അതിന് റീസൺ എഴുതി. എ ക്യു പാരലൽ ടു പി സി ആണ്. എ ക്യു പാരലൽ ടു പി സി ആണ്. എസ് ക്യു പാരലൽ ടു പി ആർ ആയിരിക്കും. ദെയർഫോർ എസ് ക്യു പാരലൽ ടു പി ആർ ആണ്. അപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററിന്റെ രണ്ട് സൈഡ്, ഓപ്പോസിറ്റ് വരുന്ന രണ്ട് സൈഡ്സും പാരലൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പി എസ് ക്യു ആർ ഈസ് എ പാരലോഗ്രാം. പി എസ് ക്യു ആർ ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് പാരലും ഈക്വലും ആയിരിക്കണം. അതായത് ഈ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ഈക്വൽ. എ ബി പാരലൽ ടു സി ഡി, എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ നമുക്കതൊരു പാരലോഗ്രാം എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയണം? രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഓപ്പോസിറ്റ് വരുന്ന രണ്ട് സൈഡ്സ് എ ബി പാരലൽ ടു സി ഡി ആയിരിക്കണം, എ ഡി പാരലൽ ടു ബി സി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പാരലോഗ്രാം എന്ന് പറയും. അപ്പോൾ അതാണ് ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇവിടെ പി എസ് പാരലൽ ടു ക്യു ആർ ആണ്. അതുപോലെ എസ് ക്യു പാരലൽ ടു പി ആറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു പാരലോഗ്രാം എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.